മാറാക്കര ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡിലെ വലിയ നിരപ്പ് കുന്നിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. മനുഷ്യന്മാർക്ക് അവിടെ ജീവിക്കാനുള്ള പ്രയാസവും അതുപോലെ ദുരന്തങ്ങൾ, ഇപ്പം വെള്ളം ഒലിപ്പിൽ വലിയ ദുരന്തം ഉണ്ടായിന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മൾ അതിൻ്റെ തെളിവ് സഹിതം നമുക്ക് സമർപ്പിച്ചിട്ട് അതിനെ ഗവൺമെൻറ്റിന് മനസ്സിലാക്കിയിട്ട് അതിനെ തടയിടുക എന്നാണ് ഇപ്പോഴത്തെ ഇവരുടെ സംസാരത്തിൽ നിന്നും മുന്നേ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. അപ്പോൾ ബോർഡൊരു തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു പരാതി വരണം. ആ പരാതിയാണ് ബോർഡിലേക്ക് വരിക. ബോർഡാണ് നമ്മൾ ഈ ഗവൺമെന്റിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ അവർ വന്ന മുറക്ക് ഈ സംഭവം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കൊടുക്കും. ഇതിനെന്നല്ല ഞാൻ പറഞ്ഞ മൊത്തത്തിൽ. പക്ഷെ അത് അത് കൊടുക്കാതിരിക്കണ പരിശ്രമം നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയും. ഇന്ന അപകട നിലയിലാണ് ഇവർ KPB പെർമിഷൻ അപേക്ഷിച്ചിട്ടുള്ളത്. ഒരിക്കലും കൊടുക്കുന്ന ഇവിടെ ജനങ്ങളൊരു പരാതി വന്നു കഴിഞ്ഞാൽ ആ ബില്ലിന് പെർമിഷൻ പഞ്ചായത്ത് കൊടുക്കൂല. പക്ഷെ അടുത്ത കാര്യം പറയാണ്, ഓല് നേരെ പോവുക എങ്ങോട്ടാ അറിയോ, ഓലെ ഉത്തരവാദിത്തം ബോഡി പോകും. ആ ബോഡി കൃത്യമായി പഞ്ചായത്ത് മെസ്സേജും കൊടുക്കും, കത്ത് കൊടുക്കും. ഇന്ന ബിൽഡിങ് ഇന്ന വിഷയത്തിന് ഇന്ന ഉപയോഗിക്കുന്ന ബിൽഡിങ്ങാണ്, ആ ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കണം. അപ്പുറത്ത് വരാൻ സാധ്യത നമ്മൾ കണ്ടെത്തണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ലെറ്ററും നമ്മൾ തെളിവാണ് ഇതൊക്കെ. ഇതെങ്ങനെയൊക്കെ വന്നാൽ ഈ തെളിവൊക്കെ ഭരണസമിതിക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവർക്ക് ആവശ്യമാണ്. പക്ഷേ നമുക്ക് തടയിടാം. നിയമപരമായ തടസ്സമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലായ നിയമപരമായിട്ട് നമ്മൾ ഒരു വക്കീലിനെ വെച്ചു, പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് കേസിന്റെ കക്ഷി ചേർന്നു, ജനങ്ങളെ പരാതി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള ആളുകളെ മൊത്തം ഒരു പരാതി നമ്മൾ ക്ലിയർ ചെയ്യുക. അത് വെച്ചിട്ട് ഇന്ന ആളെ പരാതി ഇന്ന ഭാഗത്തുള്ള നിവാസിയുടെ പരാതി കാരണം പഞ്ചായത്തിന് കക്ഷി ചേരാം. പക്ഷെ ആ കക്ഷി ചേരുമ്പോൾ പലതരത്തിലും മറുപടിയും കേസും സ്റ്റേ ഒക്കെ നടക്കുമല്ലോ. അപ്പം എന്ത് ചെയ്യണം, ഈ കക്ഷി ചേരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗവത്തായിട്ട് ഇടപെടാൻ ഒരു 4-5 പേർ സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ ഇതിന് കൂടെ നിൽക്കുക എന്നുള്ള നമ്മൾ പറഞ്ഞത്. ഏതൊരു പരാതിക്കും കക്ഷി പഞ്ചായത്ത് ചേർന്ന് എന്ത് വേണമെന്നറിയും, അപ്പുറത്തുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പരാതി പഞ്ചായത്ത് ഔദ്യോഗികമായിട്ട് വരണം. അങ്ങനല്ലേ കക്ഷികളെ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തുള്ള കുറെ ആളുകളെ സൈൻ ചെയ്തിട്ട് ഏത് രീതിയിൽ എത്ര ഏത് CPM പരാതിയൊന്നും കുഴപ്പമില്ല, ലീഗിന്റെ വന്നാൽ കുഴപ്പമില്ല, പരിഷത്തിന് വന്നാൽ കുഴപ്പമില്ല, ഇവിടുത്തെ സാമൂഹ്യ രംഗത്തുള്ള എല്ലാവരും കൂടി വന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി എടുത്ത് വന്നാൽ എത്ര എണ്ണം വന്നാലും ഇന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് കേസിന് നീങ്ങാവുന്നതാണ്. പക്ഷെ അതിന് നിയമവശം പഠിക്കാൻ ഞാൻ പറഞ്ഞു, നിയമവശം ഒന്നുകൂടി മനസ്സിലാക്കാൻ ഒരു 5 പേര് ഈ രംഗത്ത് 5 പേരെ പേര് എന്നാലും നമ്മൾ കൂടി നിന്ന് കാണുന്ന ഒരു വക്കീൽ നല്ലൊരു വക്കീലിനെ കാണാൻ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഭാഗമായിട്ട് വെള്ളവും മണ്ണൊക്കെ വീണ് വന്നിട്ട് ആ പ്രദേശം ഒരു 5-8 വീടുകൾ തികച്ചു ഒറ്റപ്പെട്ട രൂപത്തില് അവിടെ ആകെ പ്രശ്നമായി. നല്ല പിന്നെ അവിടേക്കുള്ള റോഡ് കംപ്ലീറ്റ് കുത്തിയൊലിച്ച് വലിയ കുണ്ടും കുഴിയും കൂടിയായിട്ടാണ് മാറി. ആ പ്രദേശം ഒറ്റപ്പെട്ടു പോയി. അവസാനം ഇവരെ നിർബന്ധമായി വിളിച്ചു വരുത്തി ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവസാനം അതൊന്ന് ശരിയാക്കിയിട്ട് മഴ മാറിയിട്ടാണ് 6 മാസത്തോളം ആ പ്രദേശം മൊത്തം ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. ആ സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഈ മേഖലയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വരാൻ വേണ്ടി പോവാം. ഇവിടെ അതിലേറെ ഇവിടെ എപ്പോഴും കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന പ്രദേശമാണ് ഏറ്റവും അധികം. നമ്മളതിന്റെ ഭീഷണി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വരാൻ വേണ്ടി പോകുന്നത് വലിയൊരു ഈ പ്രദേശം കൂടി പോയാൽ വളരെ ഭീകരമായൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നുള്ള തർക്കമൊന്നുമില്ല. ഇതൊക്കെ സ്വകാര്യ വ്യക്തികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഉടമകളെ കൂടി നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വലിയ നമ്മളൊന്ന് പഠിച്ച് സംസാരിക്കേണ്ട വിഷയം അതിനകത്തുണ്ട്. അവരോട് ഇപ്പൊ ഈ പ്രക്ഷോഭ സമിതി നമ്മള് പറഞ്ഞിട്ട് ഇനി ഇവിടെ പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷക്ക് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അവിടെ കോരാൻ ഞങ്ങൾ സമ്മതിക്കില്ല, വലിയ പ്രശ്നമാവും എന്നുള്ള രൂപത്തിലേക്ക് അവരൊക്കെ കണ്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും. മാറാക്കര പഞ്ചായത്ത് 18ാം വാർഡിലെ വലിയ നിരപ്പ് കുന്നിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. മാറാക്കര പഞ്ചായത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള കുടിവെള്ളത്തിന്റെ സ്രോതസ്സായ വലിയ നിരപ്പ് കുന്ന് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇടിച്ചു നിരപ്പാക്കി മണ്ണ് ഖനനം ചെയ്യുന്നതിനെതിരെ വലിയ നിരപ്പ് കുന്നിന്റെ സമീപവാസികളും ജനപ്രതിനിധികളും ചേർന്ന് ജനപ്രതിനിധികളോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഒരു കുന്ന് ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നും വലിയ നിരപ്പ് കുന്നിന്റെ നാശം മാറാക്കര പ്രദേശത്തിന്റെ ജലലഭ്യതയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നും ബോധ്യപ്പെടുത്തി. വലിയ നിരപ്പ് കുന്നിന് സമീപം ചേർന്ന സംഗമത്തിൽ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ, വൈസ് പ്രസിഡന്റ് OP കുഞ്ഞിമുഹമ്മദ്, മുൻ പഞ്ചായത്ത് മെമ്പർ KP നാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രദേശവാസികൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വലിയ നിരപ്പ് കുന്ന് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച യോഗത്തിൽ
പരിസ്ഥിതി കൂട്ടായ്മയുടെ സെക്രട്ടറി ജഫർ അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.